ദേഷ്യമാവാം, വൈരാഗ്യമാവാം. ഒരുപക്ഷെ ആ ദേഷ്യവും വൈരാഗ്യവും നമ്മളോടൊപ്പം ആ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പങ്കാളിയെ വകവരുത്താനുള്ള, അല്ലെങ്കിൽ അവരെ ഏത് വിധേനയും തേജോവധം ചെയ്യണം, അവരെ ഏതെങ്കിലും തരത്തിൽ മോശമായി പറഞ്ഞ് പ്രചരിപ്പിച്ച് മറ്റുള്ള ആളുകളുടെ മുന്നിൽ വർഷങ്ങളായി കൊണ്ട് നടന്ന് സ്നേഹിച്ച് പലതും പങ്കുവെച്ച് പോയിരുന്ന ആ വ്യക്തി ഒരു നിമിഷം കൊണ്ട് അത് മറന്നുപോകും. സത്യത്തിൽ അവർ മറക്കുന്നല്ല, കാരണം ഞാൻ ശരിയാണ്, അവൾ ശരിയല്ല, അവൾ വേറൊരുത്തിൻ്റെ ഒപ്പം പോയി. ഞാൻ ശരിയാണ്, അവൻ ശരിയല്ല, അവൻ വേറൊരുത്തിയുടെ കൂടെ പോയി. ഇതാണ് ചിന്തിക്കുന്നത്. അപ്പോഴാണ് വൈരാഗ്യം വരുന്നത്, ദേഷ്യം വരുന്നത്, വെറുപ്പുണ്ടാവുന്നത്. നമസ്കാരം, ഞാൻ റേക്കി മാസ്റ്റർ ഷാജി രാമൻ. വർഷങ്ങളായിട്ട് എന്നെ വിളിക്കുന്ന ആളുകളിൽ ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നൊരു ചോദ്യം, പ്രധാനപ്പെട്ട ഒരു ചോദ്യം, സാറേ ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കാറ്. വർഷങ്ങളായി, മാസങ്ങളായി, ദിവസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ട് അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നുള്ള ചോദ്യമാണ് അവര്. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും പരിഹാരമുണ്ട്. അവർ പറയും, ഞങ്ങൾ വർഷങ്ങളായിട്ട് തന്നെ മരുന്ന് കഴിക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നു, എൻ്റെ ഭാര്യയും കഴിക്കുന്നു, എൻ്റെ മക്കൾക്ക് ഉറക്കമില്ല. അങ്ങനെ പലരും, ഒരു കുടുംബത്തിലെ തന്നെ പല ആളുകളുടെയും പ്രശ്നങ്ങൾ ഒരു വ്യക്തി വിളിച്ചു പറയുന്നുണ്ട്. അതോടൊപ്പം അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നിങ്ങൾ വിവാഹിതനാണോ? ഭാര്യയുടെയും മക്കളുടെയൊക്കെ കാര്യം ചോദിക്കും. അപ്പോൾ ഉണ്ട്. അപ്പൊ ഭർത്താവാണ് വിളിക്കുന്നെങ്കിലും, ഭാര്യയാണ് വിളിക്കുന്നെങ്കിലും, അതായത് സ്ത്രീയാണോ പുരുഷനാണോ വിളിക്കുന്നെങ്കിലും, നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ അങ്ങനെയുള്ളവർ പറയാറുണ്ട്, എനിക്ക് ജോലിയിൽ ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്, അവിടെ ഭയങ്കര പ്രഷറാണ് എന്ന് പറയുന്നവരുണ്ട്. പിന്നെ അടുത്ത ചോദ്യം ചോദിക്കുന്ന സമയത്ത് പറയും, അവര് ഭാര്യയായിട്ടൊക്കെ ചെറിയ പ്രശ്നത്തിലാണ്, ഭർത്താവായിട്ട് ചെറിയ പ്രശ്നത്തിലാണ്, ഞങ്ങൾ പരസ്പരം അകന്നാണ് ഇരിക്കുന്നത്, ചിലപ്പോ മാറി താമസിക്കുന്ന കാര്യം പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ 2 റൂമിലാണ് താമസിക്കുന്നത്, സൗകര്യം ഉണ്ടായിട്ടും 2 ബെഡ്റൂമിലാണോ, 2 കട്ടിലാണ്, അല്ലെങ്കിൽ ഒരു മുറിയിൽ 2 കട്ടിലാണ്, അല്ലെങ്കിൽ ഒരു കട്ടിലിന്റെ 2 സൈഡിലായിട്ട് 2 പേര് കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയും. ഞാൻ കൂടുതലും ഈ അനുഭവങ്ങളാണല്ലോ കൂടുതലും വന്ന് പോയിട്ടുള്ള ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ആദ്യം എഴുതി ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ മറ്റുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ? വിവാഹിതരേത ബന്ധം എന്ന് പറയും. അത് വിവാഹത്തിന് മുമ്പും പിൻപും ഒക്കെ ഉണ്ട്. വിവാഹം കഴിഞ്ഞവരും ഉണ്ട്, വിവാഹം കഴിക്കുന്നതിന് മുമ്പും അത്തരം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവരുണ്ട്. അപ്പൊ അതിന് ചില കാരണങ്ങളുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വേറൊരു പാർട്ണറെ തേടി പോകേണ്ടി വരുന്നത് എന്നൊക്കെ നമുക്ക് അതിന്റെ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, എന്ത് തന്നെയായാലും. എങ്കിലും ഞാനത് ചുരുക്കി പറയാം. കാരണം ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോടുള്ള ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ അവൻ ആവശ്യപ്പെടുന്നത് എന്തും അപ്പൊ തന്നെ നിർവഹിച്ചു കൊടുക്കുന്ന ഒരു ഭാര്യയാണ് ഒരു ഭർത്താവിന് വേണ്ടത്. എന്താണോ അവൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ തന്നെ അത് ചെയ്തു കൊടുക്കുന്ന, വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഒരു ഭാര്യയാണ് കൂടുതലും ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നത്. അതിനിപ്പോ ഇനി അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഈ പുരുഷന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. എല്ലാ പുരുഷന്മാർക്കും അല്ല. അത് ചില ആളുകൾ പറയും ഒരു പുരുഷ മേധാവിത്വം. ഭാര്യമാര് പറയും, എന്താ ഞാൻ അങ്ങനെ അങ്ങേര് വിളിക്കുമ്പോൾ തന്നെ പോകണമെന്നുണ്ടോ, എടുത്തു കൊടുക്കണമെന്നുണ്ടോ, എന്താ ഞാൻ അടിമയാണോ, എനിക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് ചോദിക്കുന്ന ഭാര്യമാരുണ്ട്. ഇനി തിരിച്ച് ഇതേപോലെയൊക്കെ തന്നെ പണിയെടുപ്പിക്കുന്ന ഭർത്താക്കന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഭാര്യമാരും ഉണ്ട്. അങ്ങനെയും പറയാതിരിക്കാൻ തറയില്ല. ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ. ഇവിടെ പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യം, ഒരു സ്ത്രീയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് ശയനസുഖവും പുരുഷനെ സംബന്ധിച്ച് മനസ്സുഖവുമാണ്. മനസ്സുഖം എന്ന് പറയും, മനസ്സുഖമാണ് പുരുഷനെ സംബന്ധിച്ച് വേണ്ടത്. അപ്പൊ സ്ത്രീക്ക് എന്ന് പറഞ്ഞാല് കെയറിങ്, അതായത് ഒരു ഭർത്താവിന്റെ പരിചരണം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് അയാള്
ഇവർ ചോദിക്കുന്ന ആവശ്യപ്പെടുന്ന ആ പണം കൊടുക്കണം. അത് കുടുംബത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ടും ഉള്ളത് സ്ത്രീകൾക്ക് തന്നെയാണ്, അമ്മയ്ക്കാണ്, കുടുംബിനിക്കാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം ഭർത്താവ് കൊണ്ടുവരുന്ന അവന്റെ വരുമാനം ഇവിടെ ഉപയോഗപ്പെടുത്തണം. അത് ഒരുപാട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അവരെ സംബന്ധിച്ച്. കുട്ടികളുടെ പ്രശ്നം നോക്കണം, അവരുടെ പ്രശ്നം നോക്കണം, ഇതിനൊക്കെ ചെലവാണ്. ഇതെല്ലാം ഭർത്താവ് ഒരു പക്ഷേ സാലറി കിട്ടിക്കഴിഞ്ഞാൽ ആ സാലറി ചിലപ്പോൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നുണ്ടാവും. അത് ഏൽപ്പിക്കാത്ത ഭർത്താക്കന്മാരും ഉണ്ടാവും. ചോദിച്ചാൽ മാത്രമേ കൊടുക്കൂ. അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ കൊടുക്കില്ല, വേണമെങ്കിൽ കാര്യം നടക്കട്ടെ എന്ന് നടത്തട്ടെ എന്ന് വിചാരിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. ആ കുടുംബം നടത്തി പോരുവാനായിട്ട് ഭാര്യയുടെ ആവശ്യങ്ങൾ, മക്കളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഒരു പുരുഷനുണ്ടായാൽ, ഒരു ഭർത്താവിനുണ്ടായാൽ, ഒരു അച്ഛനുണ്ടായാൽ, സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും അയാൾ ഉറക്കം കെടുത്തു. കാരണം അയാളുടെ വരുമാനം ഒരുപക്ഷെ ബിസിനസ്സാണ് നടന്നെങ്കിൽ ആ ബിസിനസ്സിലൂടെ ഉള്ള വരുമാനം ഇല്ലാത്ത അവസ്ഥ, കുറവ്. അതുപോലെ തന്നെ സാലറി, തുച്ഛമായ സാലറിയിൽ ഇത്രയും കാര്യങ്ങൾ നടത്തി പോരാൻ പറ്റാത്ത ഒരവസ്ഥ, ഇതെല്ലാം അദ്ദേഹത്തെ വിഷമിപ്പിക്കും, ഉറക്കം കെടുത്തു. അങ്ങനെ ഭാര്യയോടൊപ്പം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും, ആവശ്യങ്ങൾ റേറ്റി കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും, ഒരു വേള ഭാര്യയോടൊത്ത് ഒന്ന് കൂടണം എന്ന് വിചാരിച്ച് ഭർത്താവൊന്ന് സമീപിച്ചാൽ മിക്ക ഭാര്യമാരും മാറ്റിപ്പായിക്കുന്ന ഒരു സിറ്റുവേഷൻസ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് മറ്റൊന്നും അറിയണ്ട, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഈ ഒരു സുഖം മാത്രം മതി, അതിനു വേണ്ടി മാത്രം എൻ്റെ അടുത്ത് വരും, അല്ലെങ്കിൽ ഇല്ല, എന്നോട് സ്നേഹമില്ല, കുട്ടികളോട് സ്നേഹമില്ല, മറ്റുള്ളവരോട് സ്നേഹമില്ല, ഞാൻ പറഞ്ഞിട്ട് അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അവിടെ പോയില്ല, ഇവിടെ പോയില്ല, അങ്ങനെ 100 കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ ഭർത്താവിന് എന്തെല്ലാമോ ഉണ്ടായി വന്നതാണ് അദ്ദേഹത്തിന്. ആ വികാരങ്ങളും ആ ചേതനകളും എല്ലാം നഷ്ടപ്പെടും. അദ്ദേഹത്തിന് പിന്നീട് ഉണ്ടാവുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള സ്ട്രെസ്, ഡിപ്രഷൻ, ആൻസൈറ്റി എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഉറക്കമുണ്ടാവില്ല, നേരം വെളുക്കുന്നവർ അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കില്ല. കാര്യം ഈ ഭാര്യയുടെ ആ തിരസ്കരിക്കല് അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചിരിക്കുന്നു. അതാണ് അതിന്റെ സംഭവം. അത് രാവിലെ എണീറ്റ് ജോലിയിടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, അവിടെ തൊഴിൽ സ്ഥാപനങ്ങളിൽ ചെന്നാലെല്ലാം അത് ഉണ്ടാവും. ഒരുപക്ഷെ ഈ ഒരു പ്രശ്നം തന്നെ അവിടെയും ഒരു പ്രശ്നമായിട്ട് രൂപപ്പെട്ടേക്കാം. അങ്ങനെ ഉണ്ടാവും. ഇത് രണ്ടു കൂട്ടർക്കും ഉണ്ട്, തിരിച്ചുണ്ട്. ഇപ്പൊ ഭാര്യമാര് ജോലി ചെയ്യുന്ന, സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്ക് കിട്ടുന്ന സാലറി ഭർത്താവിന് കൊടുക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാതെ അവരവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്ന സ്ത്രീകളുണ്ട്. അവരുടെ ചിലപ്പോൾ കുടുംബകാര്യങ്ങളിലെ, അവരുടെ തന്നെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി അവർ പോകുകയും ഭർത്താവിന്റെ വരുമാനത്തെ മാത്രം ആശ്രയിച്ച് കുടുംബം നടത്തിക്കൊണ്ടു പോകുന്ന സ്ത്രീകളും ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. സ്ത്രീകൾ കൂടുതലും കെയറിങ് അവർക്ക് ആവശ്യമാണ്. അപ്പൊ ഈ വീട്ടിൽ ഉണ്ടാവുന്ന പരസ്പരം തമ്മിലടിയിലൂടെ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങള്, ഈഗോ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഈഗോ കാരണം കൊണ്ട് പരസ്പരം സഹകരിച്ചു പോകാനായിട്ട് തയ്യാറാവില്ല. അത് മനസ്സിലിട്ട് കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ തൊഴിലിടങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള പൊതുസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെടും. അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ സാന്നിധ്യം കൊണ്ട് അവരുടെ വിഷമതകള് അവരോടൊപ്പം പങ്കുവെക്കാനും അവരെ അത് കേൾക്കാനും ഒക്കെ തയ്യാറാവുമ്പോൾ അവരോട് ചെറിയൊരു താല്പര്യം തോന്നും. എൻ്റെ ഈ ഭർത്താവിനേക്കാളും നല്ലത് ഇദ്ദേഹമാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെക്കാളും നല്ലത് ഇവളാണ് എന്ന്. അത് എത്രമാത്രം സത്യസന്ധമാണെന്ന് പറയാൻ സാധിക്കില്ല. അതൊരു ഇഷ്ടം താൽക്കാലികമായിരിക്കാം. പക്ഷേ ഒന്നാലോചിക്കുക, ഏതൊരാളും അപ്പോൾ കിട്ടുന്ന ആശ്വാസത്തിലാണ്, ആ ആശ്വാസമാണ് എല്ലാവർക്കും വലുത്. പിന്നീട് എത്രത്തോളമാണ്, എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റി ആരും ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പരസ്പരം ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നല്ലൊരു ബന്ധങ്ങൾ തന്നെ സ്ഥാപിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കാരണം അവരുടെ കുറ്റങ്ങളും കുറവുകളെല്ലാം പരസ്പരം പറഞ്ഞ് അത് സമ്മതിച്ച്, അല്ലെങ്കിൽ അവരത് തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ അത് സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.
അപ്പോ ഈ ബന്ധം കൂടുതലും ഒരു പ്രശ്നത്തിലേക്ക് വന്ന് ഉറക്കം കെടുത്തുന്ന ചില സന്ദർഭങ്ങളും കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു കാരണം, എന്തെങ്കിലും ഒരു നാൾ ഈ ഒരു പ്രശ്നം ആ സ്ത്രീയുടെ ഭർത്തൃ വീട്ടിലോ അല്ലെങ്കിൽ പുരുഷന്റെ അല്ലെങ്കിൽ സ്ത്രീക്ക് പരസ്പരം രണ്ട് വീടുകളിലോ അത് ആരെങ്കിലും അറിയുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു പിന്മാറ്റം അവിടെ സംഭവിക്കും. അപ്പൊ അങ്ങനെ ഒരു രണ്ട് ബന്ധങ്ങൾ പുലർത്തിയിരുന്ന ആ കമിതാക്കളിൽ ഒരു വ്യക്തി, ഒരാൾ പെട്ടെന്ന് മാറുന്ന സമയത്ത് തലേന്ന് വരെ കണ്ടതാണ്, സംസാരിച്ചതാണ്, ഇടപഴകിയതാണ്, ഒന്നിച്ചിരുന്നതാണ്, ഒന്നിച്ച് ചേർന്നതാണ്, എല്ലാം സാധിച്ചതാണ്. ആ വ്യക്തി ഇന്ന് മാറിയിരിക്കുന്നു. ഇന്ന് മുഖത്ത് പോലും നോക്കുന്നില്ല, ഫേസ് തരുന്നില്ല, സംസാരിക്കുന്നില്ല, ഫോൺ ചെയ്യുന്നില്ല, ഇത്യാദി പ്രശ്നങ്ങളായിരിക്കും പിന്നെ പറയുക. അപ്പോ ഇതെന്താണെന്ന് അറിയാനുള്ള ശ്രമം നടത്തുന്ന സമയത്ത് ആ വ്യക്തി ഒന്നും തന്നെ പറയുന്നില്ല. അദ്ദേഹം ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടന്നിരിക്കുകയാണ് ആ വ്യക്തി. അത് ബോധപൂർവമാണ്. ബോധപൂർവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭർത്താവിന്റെ വീട്ടുകാർ അറിഞ്ഞിരിക്കുകയാണ് പ്രശ്നം, അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാർ ഈ പ്രശ്നം അറിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇത് ക്ഷമാപണം നടത്തി, എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് ക്ഷമാപണം നടത്തി അവരതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായിരിക്കും. അപ്പൊ ഇതറിയാതെ ഇരിക്കുന്ന ഈ വ്യക്തി ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ മുതൽ അയാളുടെ ഈ പറയുന്ന അയാൾക്ക് സ്ട്രെസ്സും ആൻസൈറ്റിയും ഡിപ്രഷനൊക്കെ വന്ന് സംഭവിക്കും. ഏറ്റവും കൂടുതൽ സംശയങ്ങൾക്ക് ഇടവരുത്തുന്നത് ഈ ബന്ധം പുലർത്തി നടക്കുന്ന ആളുകളിലാണ്. കാരണം അപ്പോ അവര് ചിന്തിക്കുന്നത് ഇവൾക്ക് അല്ലെങ്കിൽ ഇവനെ വേറൊരാളായിട്ട്, എന്നേക്കായാലും സൗന്ദര്യവും ശരീരവും അല്ലെങ്കിൽ സമ്പത്തൊക്കെ ഉള്ള വേറെ ഏതോ ഒരു വ്യക്തി കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ടുമുട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള ഒരു തോന്നല് ഇവരുടെ ഉറക്കം കെടുത്ത്. മറ്റാളിതൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. കാരണം അയാള് ഈ പ്രശ്നം ഇത്രയും കാലം ഈ വർഷങ്ങളായി കൊണ്ട് നടന്ന സ്നേഹിച്ച് പലതും പങ്കുവെച്ച് പോയിരുന്ന ആ വ്യക്തി ഒരു നിമിഷം കൊണ്ട് അത് മറന്നുപോകും. സത്യത്തില് അവര് മറക്കുന്നല്ല, കാരണം അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട്, അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തില് എന്നെ ഏത് രീതിയിൽ ചിത്രീകരിക്കും, മറ്റുള്ള ആളുകൾ എങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിൽ എങ്ങനെയാണ്, അത് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് അവരുടെ ആത്മാഭിമാനത്തിന്റെ ആ ബോധം ഉണരുകയും അവര് സ്വാഭാവികമായിട്ടും അവരത് പിന്മാറി എല്ലാം തിരിച്ച് ആ വ്യക്തിയെ എന്തെല്ലാമോ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നിമിഷ നേരം കൊണ്ട് അവര് മറക്കും. മറക്കാതെ തരമില്ല. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കിടപ്പുണ്ടാവും, വിഷമത്തോടെ കിടപ്പുണ്ടാവും. കാരണം എന്നെ കെയർ ചെയ്തിരുന്ന വ്യക്തിയാണ്, എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്ന, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ എന്തു പറഞ്ഞാലും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരികയും എൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും എന്നെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. എന്നെ താലി കെട്ടിയ ആ വ്യക്തിയെക്കായാലും അല്ലെങ്കിൽ എന്നോടൊപ്പം വന്ന എൻ്റെ യഥാർത്ഥ പങ്കാളിയേക്കായാലും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഇവളായിരുന്നു, ഇവനായിരുന്നു എന്ന തോന്നൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. പക്ഷെ അതെല്ലാം അടുക്കി വെച്ച് അവരുടെ ആ സ്വസ്വരൂപത്തിലേക്ക് അവർ മാറുകയാണ്. എന്താണോ അവരുടെ കുടുംബം എന്തായിരുന്നോ ഉണ്ടായിരുന്നത് അതിലേക്ക് അവർ വീണ്ടും തിരിച്ച് മാറ്റപ്പെടുകയാണുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഉറക്കത്തിന് പരിഹാരം, അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. അപ്പൊ ഇത്തരം ഒരു വിഷയങ്ങൾ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത്, ഈ ബന്ധത്തിൽ നിന്ന് ഒരു വ്യക്തി പൂർണ്ണമായും മാറിപ്പോയാൽ മറ്റേ ഭാഗത്ത് നിൽക്കുന്ന വ്യക്തി ചിന്തിക്കേണ്ടത് അവിടെ എന്തോ ഇങ്ങനെ ഒരു പ്രശ്നം രൂപപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് സ്വമേധയാ ഇനി നമ്മൾ അതിൽ നിന്ന് തിരിച്ച് പുറത്തു ചാടുക, അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. അതെൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഇതുപോലെ ഒരു അറിയപ്പെടാനുള്ള ഒരു സാധ്യത വന്നാൽ ഞാനും ഇത് തന്നെയായിരിക്കും ചെയ്യുക എന്നുള്ളൊരു ചിന്ത ഉണ്ടായാൽ തന്നെ ഒരു പരിധിവരെ
നമ്മൾക്ക് ആ പ്രശ്നത്തിൽ നിന്നും നമ്മൾക്ക് മാറി നമുക്കൊരു സുഖകരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും. ഭൂരിഭാഗം ആളുകൾക്കും ഇതൊന്നും ചിന്തിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഒരു 95% ആളുകൾക്കും എത്ര നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കി കിട്ടിയാലും പുറമേ നിന്ന് ഒരു നേരമെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതൽ. എല്ലാവരും വ്യത്യസ്തത ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നിലും ആർക്കും ഒരു തൃപ്തിയില്ല. അതൊന്ന് രുചിച്ചു നോക്കണം അതൊന്ന് കഴിച്ചു നോക്കണം എന്ന ഒരു താല്പര്യം എല്ലാ ആളുകളിലും തന്നെ ഉണ്ടാവും. ഇവിടെ ഇത് നമുക്കിതിനെ ഒരു തെറ്റായിട്ട് പറയാനും സാധ്യമല്ല. കാരണം ഈ കാലഘട്ടത്ത് നമ്മുടെ കുട്ടികൾ ആണെങ്കിൽ പോലും അവരെ പോലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. അപ്പൊ അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ തരമില്ല. അപ്പോ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉറക്കം കിടത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അതിന്റെ കാരണം, നിങ്ങൾ പ്രണയിച്ച വിവാഹത്തിന് മുമ്പോ വിവാഹത്തിന് ശേഷമോ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, പ്രണയിച്ച ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നിങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെടും. അത് ദേഷ്യമാവാം, വൈരാഗ്യമാവാം. ഒരുപക്ഷെ ആ ദേഷ്യവും വൈരാഗ്യവും നമ്മളോടൊപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്ന പങ്കാളിയെ വകവരുത്താനുള്ള, അല്ലെങ്കിൽ അവരെ ഏത് വിധേനയും തേജോവധം ചെയ്യണം, അവരെ ഏതെങ്കിലും തരത്തിൽ മോശമായി പറഞ്ഞ് പ്രചരിപ്പിച്ച് മറ്റുള്ള ആളുകളുടെ മുന്നിൽ എത്തിക്കണം എന്നുള്ളതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ചിന്ത കൊണ്ടുവരും. അത്തരത്തില് അവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പോകും. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളുടെ പങ്കാളിയെ പോലും മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ വേറൊരു പങ്കാളിയെ തേടി പോയത്. എന്നിട്ട് ആ പങ്കാളി മാറിപ്പോയപ്പോൾ നമ്മൾ ശരിയാണെന്ന ബോധത്തിൽ നമ്മൾ ചിന്തിക്കുന്നു. ഞാൻ ശരിയാണ്, അവൾ ശരിയല്ല, അവൾ വേറൊരുത്തൻ്റെ ഒപ്പം പോയി. ഞാൻ ശരിയാണ്, അവൻ ശരിയല്ല, അവൻ വേറൊരുത്തിയുടെ കൂടെ പോയി. ഇതാണ് ചിന്തിക്കുന്നത്. അപ്പോഴാണ് വൈരാഗ്യം വരുന്നത്, ദേഷ്യം വരുന്നത്, വെറുപ്പുണ്ടാവുന്നത്. അപ്പോൾ ഏത് വിധേനയും അവരെ നശിപ്പിക്കണം, മറ്റുള്ള ആളുകളുടെ മുന്നിൽ ഒരു മോശമായിട്ട് അവളെ ചിത്രീകരിക്കണം, അവനെ ചിത്രീകരിക്കണം. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പലരും ഈ ഒരു പങ്കാളി വിട്ടുപോയതിന്റെ പേരില് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നവരുണ്ട്. അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട്, അവരുടെ സ്വാഭാവികമായിട്ടുള്ള ചിന്തകൾ നഷ്ടപ്പെട്ട് ഒരു മെന്റൽ പേഷ്യന്റ് ആയിട്ട് മാറുന്ന അവസ്ഥയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടാനുള്ള ഒരു മാർഗം, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വിടുതലുണ്ടാവാനുള്ള മാർഗം തെറ്റായിട്ടുള്ള ഒരു രീതികളല്ല നിങ്ങൾ പിന്തുടരേണ്ടത്, തെറ്റായിട്ടുള്ള ചിന്തകളല്ല നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ ഇരുകൂട്ടരും സുരക്ഷിതമായിട്ട് മുന്നോട്ടുള്ള നല്ലൊരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതപ്രകാരം നിങ്ങൾക്ക് സ്വയമേവ ചിന്തിച്ചെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ അവരെ പറ്റി ഓർക്കും തോറും നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് പ്രശ്നമാണ് വരുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് വരുന്നത് എങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ മറക്കാൻ, അത്തരം പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കാതിരിക്കാനുള്ള ടെക്നിക്കുകള്, അതൊരു മെഡിസിൻ അല്ല. നിങ്ങൾ ആചരിക്കേണ്ടതോ അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടതോ നിങ്ങൾ പരിശീലിക്കേണ്ടതോ ആയിട്ടുള്ള യാതൊരുവിധ ടെക്നിക്കുകളും ഇവിടെ ഞാൻ പറയുന്നില്ല. നെഗറ്റീവ് മൈൻഡ് ചേഞ്ചിങ് ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്, അത് നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ നിങ്ങളെ ഇരുത്തിക്കൊണ്ട് വീഡിയോ കോളിലൂടെയോ അല്ലെങ്കിൽ നേരിട്ട് വന്ന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ആ പ്രശ്നം മാറ്റി നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു മനസ്സോട് കൂടിയിട്ട്, സമാധാനത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരം ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വമേധയാ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ പല ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയിട്ട് നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നുണ്ടാവും. ഡിപ്രഷനും ആൻസൈറ്റിയും സ്ട്രെസ്സൊക്കെ വരുമ്പോൾ
അവർക്ക് മനസ്സിലാവും ഇത് ഉറക്കം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന്. അപ്പൊ നിങ്ങൾക്ക് തരുന്നതെല്ലാം കൂടുതലും ഈ സ്ലീപ്പിംഗ് പിൽസ് ആയിരിക്കും. പക്ഷെ നമ്മളത് അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ആ പ്രശ്നത്തിനെ കുറിച്ച് ആ ഡെപ്ത്, ആ ചിന്തകളുടെ ആഴം കുറയും. അപ്പൊ ഇവിടെ അതൊന്നുമല്ല. കാരണം അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് നമ്മളിലേക്ക് വരാം. നമ്മളുടെ ഊർജ്ജസ്വലത നഷ്ടപ്പെടുത്താം. നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള ആ എനർജി അല്ലെങ്കിൽ ആ ഇമ്മ്യൂണിറ്റി പവർ നമ്മളെ നഷ്ടപ്പെടുത്തിയേക്കാം. അപ്പൊ ഇവിടെ അതൊന്നും അല്ല ഉള്ളത്. ഇവിടെ അതൊന്നും അല്ല സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ആ എനർജി നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർക്കാനായിട്ട് സാധിക്കും. പ്രകാരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയുമുള്ള ആളുകൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, നന്ദി, നമസ്കാരം.